നമ്മുടെ വണ്ടി പണി മുടക്കി സുഹൃത്തുക്കളെ, നമ്മുടെ വണ്ടി പണി മുടക്കി. വണ്ടിയുടെ റിവേഴ്സ് ഗിയർ വീഴല്ല. ഇപ്പോൾ അത് കഴിഞ്ഞെല്ലാം ഇനി ഓഫ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും സെൽഫ് സ്റ്റാർട്ട് വർക്ക് ചെയ്യാനുള്ള ആകെ മൊത്തം പണി മുടക്കി. ഇവിടെ ഈ ഒറ്റപ്പാടും ബഹളത്തിനിടയിൽ നമ്മൾ ഈ ചൂടൊക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഒരു രക്ഷയില്ല. ഡോക്ടറാണെങ്കിൽ അതിൻ്റെ പണി കിടക്കും. ഒച്ചാന്ന് പറഞ്ഞാൽ ഭയങ്കര ഒച്ച. ഡോക്ടർ വർക്ക് ചെയ്യുന്നതും എല്ലാം കൂടി അങ്ങനെ ആകെ ബഹളത്തിൻ്റെ ഇടയിലാണ് സുഹൃത്തുക്കളെ, ബഹളത്തിൻ്റെ ഇടയിലാണ് ഇന്ന്. വണ്ടിയുടെ ഉള്ളിൽ നിന്ന് ഇറങ്ങിയ സുഹൃത്തുക്കളെ, വണ്ടിയുടെ അകത്തിരുന്നിട്ട് പൊടിയോട് പൊടി, വണ്ടിയുടെ അകം മുഴുവൻ പൊടിയാകും. പുറത്തേക്ക് ഇറങ്ങി തണലിട്ട് വണ്ടിയുടെ തണല് നോക്കിയിരിക്കണേ. നമ്മുടെ വണ്ടിയുടെ ടിപ്പൊക്കെ പൊക്കി വെച്ചിട്ടിരിക്കണേ. ഡോക്ടർ ഇവിടെ ക്ലീൻ ചെയ്യാനാണ്. ഇവിടെ ഇത് ക്ലീൻ ചെയ്യണ കാരണം കാറ്റടിക്കുമ്പോഴുള്ള പൊടി വരുന്നുണ്ട്. അപ്പോൾ അതാണ്. അപ്പം ഇന്നത്തെ ദിവസം നമ്മുടെ ഇത് മൊത്തം പണി മുടക്കി ഇങ്ങനെ കിടക്കുന്നത്. മൊത്തം പണിയായിട്ട് കിട്ടി. ഇവിടുത്തെ പൊടി എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇത് കണ്ട കാല് വരെ പൂണ്ടുപോകും നമ്മുടെ പൊടിയിൽ. ഗ്യാരേജിൽ നിന്ന് ആളുകൾ നമ്മുടെ വണ്ടി നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അടിയിൽ കയറി നോക്കണുണ്ട്, എന്തൊക്കെയോ അഴിക്കണുണ്ട്. നടപടി ആകുമെന്നൊന്നും അറിയാൻ പാടില്ല. ഇന്നല്ലെങ്കിൽ മുഴുവൻ ഈ വെയിലത്ത് നിൽക്കേണ്ടി വരുമെന്ന് തോന്നുന്നു. അതിൻ്റെ ഒരു സെൻസർ കംപ്ലൈൻ്റ് ആയിരുന്നു. ഇതാണ് അതിൻ്റെ സാധനം. ഇതെന്തോ കംപ്ലൈൻ്റ് ആയെന്ന് തോന്നുന്നു. പൊടിയൊക്കെ പിടിച്ച് ആഴി ഇതാക്കി ക്ലീൻ ചെയ്ത് വെച്ചേക്കണം. ഇപ്പോൾ ഇത് തന്നെ ഇടുമെന്നറിയാൻ പാടില്ല. എന്താണ് സംഭവം എന്ന് മനസ്സിലായിട്ടില്ല. നോക്കാം, ചിലപ്പോൾ ശരിയാകുമായിരിക്കാം. ഇതൊക്കെ ക്ലീൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും. എന്തൊക്കെയോ എവിടെയോ കുഴപ്പങ്ങൾ ഒന്നും റെഡിയാണല്ലോ. നോക്കിയിട്ട് സാധനം കണ്ടുപിടിക്കത്തില്ല. എല്ലാം ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ അതിൻ്റെ ട്രാൻസ്മിഷൻ കൺട്രോൾ റൂമൊക്കെ പോകുന്നു. സമയം നോക്കിയിട്ടൊന്നും ചെക്കപ്പ് ആവില്ല. നോക്കാം, ആകോ നോക്കാം. അങ്ങനെ ഒന്നും നടപടിയായില്ല. നമ്മുടെ പുയ്യാപ്പിളേനെ നേരെ ഗ്യാരേജിലേക്ക് കയറ്റി. ഒരു കണക്കിനാണ് ഫസ്റ്റ് ഗിയർ ഇട്ട് ശരിയാക്കി ഉടമ്പരം കൊണ്ടുവന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം ഇതിങ്ങനെ പോയി.